നമ്മുടെ രാജ്യത്ത് ഏപ്രിൽ 1, 2025 മുതൽ UPS അതായത് യൂണിഫൈഡ് പെൻഷൻ സ്കീം എന്ന സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പുതിയ പെൻഷൻ പദ്ധതി ആരംഭിക്കുകയാണ്. ഈ പദ്ധതിക്കെതിരെ പല രാഷ്ട്രീയ പാർട്ടികളും പല പ്രതിപക്ഷ പാർട്ടികളും ചില സംഘടനകളും സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും സമരങ്ങളും പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങളും മുന്നോട്ട് വയ്ക്കുന്നതായി വാർത്തകളിലൊക്കെ കാണാനാകും. അപ്പോൾ എന്താണ് UPS അതായത് യൂണിഫൈഡ് പെൻഷൻ സ്കീമെന്നും നിലവിലുള്ള സർക്കാരിൻ്റെ പെൻഷൻ പദ്ധതികളുമായി താരതമ്യം ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രത്യേകതയാണ് ഈ പുതിയ പെൻഷൻ പദ്ധതിക്കുള്ളതെന്നും എന്നതിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ എന്താണ് UPS അതായത് യൂണിഫൈഡ് പെൻഷൻ സ്കീം എന്ന് പറയുന്നതിന് മുൻപ് ഇന്ത്യയിൽ നിലവിലുള്ള സർക്കാരിൻ്റെ പെൻഷൻ പദ്ധതികൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. സർക്കാരിന് 3 തരത്തിലുള്ള പെൻഷൻ പദ്ധതികളാണുള്ളത്. അതിലൊന്ന് എന്ന് പറയുന്നത് OPS അതായത് ഓൾഡ് പെൻഷൻ സ്കീമെന്നും, രണ്ടാമത്തേത് NPS അതായത് നാഷണൽ പെൻഷൻ സ്കീമും, മൂന്നാമത്തേതാണ് ഏപ്രിലിൽ നടപ്പാക്കാൻ പോകുന്ന UPS അതായത് യൂണിഫൈഡ് പെൻഷൻ സ്കീമും എന്നിവയാണ് സർക്കാരിൻ്റെ 3 പെൻഷൻ പദ്ധതികൾ എന്നത്. ഇതിൽ OPS അല്ലെങ്കിൽ ഓൾഡ് പെൻഷൻ സ്കീം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ആദ്യകാലങ്ങളിലെ പെൻഷൻ പദ്ധതിയാണ് OPS എന്ന് പറയുന്നത്. അതായത് 2004 മുൻപ് സർക്കാർ ജോലിയിൽ പ്രവേശിച്ചവർക്ക് മാത്രമാണ് OPS പെൻഷൻ നിലവിൽ ലഭിക്കുന്നത്. എന്നാൽ 2004 ശേഷം ഗവൺമെൻറ് പുതുതായി കൊണ്ടുവന്ന പെൻഷൻ പദ്ധതിയാണ് NPS അതായത് നാഷണൽ പെൻഷൻ സ്കീം എന്നത്. ഇത് OPSനെ പൂർണ്ണമായും റീപ്ലേസ് ചെയ്തു കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ്. 2004 ജനുവരിയിൽ NPS അതായത് നാഷണൽ പെൻഷൻ സ്കീം നിലവിൽ വരുമ്പോൾ സൈനികർ ഒഴികെയുള്ള ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് വേണ്ടി മാത്രമാണ് ഈ പദ്ധതി കൊണ്ടുവന്നതെങ്കിലും പിന്നീട് 2009 ഇതിനെ കുറച്ചുകൂടി ഭേദഗതികൾ വരുത്തി ഇന്ത്യയിലെ ഏതൊരു പൗരനും NPSൽ ചേരാനായി കഴിയുമെന്നാക്കി ഈ പദ്ധതി മാറ്റുകയും ചെയ്തു. പിന്നീട് ഈ NPS പദ്ധതിക്കെതിരെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും മറ്റ് സംഘടനകളും രാഷ്ട്രീയ പ്രതിപക്ഷ പാർട്ടികളും പലതരത്തിലുള്ള സമരങ്ങൾ നടത്തുകയും ഇവർ പ്രധാനമായും മുന്നോട്ട് വെച്ചത് നിലവിലുള്ള NPSന് പകരം മുൻപുണ്ടായിരുന്ന OPS അതായത് ഓൾഡ് പെൻഷൻ സ്കീം തിരികെ കൊണ്ടുവരണമെന്നായിരുന്നു അവരുടെ ആവശ്യമെന്നത്. തുടർന്ന് പലതരം സമ്മർദ്ദങ്ങൾക്കും പല ചർച്ചകൾക്കും ഒടുവിൽ സെൻട്രൽ ഗവൺമെൻറ് UPS അതായത് യൂണിഫൈഡ് പെൻഷൻ സ്കീം എന്ന പുതിയ പദ്ധതി ഓഗസ്റ്റ് 24 യൂണിയൻ ക്യാബിനറ്റ് പാസ്സാക്കുകയും ചെയ്തു. ഏപ്രിൽ 1, 2025 പുതിയ UPS എന്ന പദ്ധതി നടപ്പിലാക്കുകയും ചെയ്യുമെങ്കിലും സമരവും പ്രതിഷേധങ്ങളും ഇപ്പോഴും തീർന്നിട്ടില്ല എന്നതാണ് വാസ്തവം. ഇനി എന്ത് കാരണങ്ങൾ കൊണ്ടാണ് പഴയ OPS അതായത് ഓൾഡ് പെൻഷൻ സ്കീമിലേക്ക് തിരിച്ചു പോകണമെന്ന് ഇവർ പറയുന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ 3 പെൻഷൻ പദ്ധതികളെ കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ 3 പദ്ധതികളിലെയും മാറ്റം വരുത്തിയിരിക്കുന്ന കോൺട്രിബ്യൂഷൻ്റെ നിബന്ധനകളെ കുറിച്ചാണ്. അതിൽ OPS അല്ലെങ്കിൽ ഓൾഡ് പെൻഷൻ സ്കീമിൽ പ്രധാനമായും സർക്കാർ ഉദ്യോഗസ്ഥരുടെ പെൻഷൻ എന്ന് പറയുന്നത് റിട്ടയർമെൻറ്റിന് മുമ്പുള്ള ബേസിക് സാലറി അതായത് അടിസ്ഥാന ശമ്പളത്തിൻ്റെ 50%. ഈ പെൻഷൻ പദ്ധതിയിൽ മുഴുവൻ തുകയും കണ്ടെത്തുന്നത് സർക്കാരുകളാണ്. ഇവിടെ ഗവൺമെൻറ് ജീവനക്കാരുടെ കോൺട്രിബ്യൂഷൻ ഒന്നും തന്നെയില്ല എന്നതാണ് വാസ്തവം. അതായത് സർക്കാരിൻ്റെ വരുമാനത്തിൽ നിന്ന് തന്നെ ഇതിനു വേണ്ടി ഫണ്ട് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി NPSലേക്ക് വന്നാൽ അതായത് നാഷണൽ പെൻഷൻ സ്കീമിലേക്ക് വന്നാൽ നമ്മൾ മുൻപേ പറഞ്ഞതുപോലെ 2004 NPS നിലവിൽ വരുന്നത്. ഇത് OPS എന്ന പദ്ധതിയെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വരുന്ന പദ്ധതിയാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നിലവിലുണ്ടായിരുന്ന OPS പദ്ധതിയിൽ നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ സർക്കാരുകളാണ് പെൻഷന്റെ മുഴുവൻ പണവും കണ്ടെത്തിയിരുന്നത്. ഇത് ആദ്യ സമയങ്ങളിൽ വലിയ തുകയല്ലായിരുന്നുവെങ്കിലും പിന്നീട് വരും വർഷങ്ങളിൽ സർക്കാരുകൾക്ക് ഇത് വലിയൊരു തുക തന്നെ ഇതിലേക്ക് മാറ്റി വെക്കേണ്ടിയും വരുന്നു എന്നതാണ്. ഇതിന്റെ ഒരു കൃത്യമായ കണക്ക് പറയുകയാണെങ്കിൽ 1990കളിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ ആകെ പെൻഷന് വേണ്ടി മാറ്റി വെച്ചിരുന്നത് ഏകദേശം 3131 കോടി രൂപയായിരുന്നു. എന്നാൽ 2023, 2024 കണക്ക് പ്രകാരം 5.2 ലക്ഷം കോടി രൂപയാണ് ഇന്ന് എല്ലാ സംസ്ഥാനങ്ങളും കൂടി പെൻഷന് വേണ്ടി മാറ്റിവെക്കുന്നത്. ഇത് ഗവൺമെന്റുകൾക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെയാണ് 2004 സർക്കാർ NPS എന്ന പുതിയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുന്നത്. ഈ NPS എന്ന പദ്ധതി നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ആദ്യം സർക്കാർ ജീവനക്കാർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും പിന്നീട് 2009 ഇത് ഇന്ത്യയിലെ എല്ലാ സിറ്റിസണും ഈ പദ്ധതിയുടെ ഭാഗമാകാൻ കഴിയുമെന്ന് ഭേദഗതി ചെയ്യുകയും ചെയ്തു. ഇനി നമുക്ക് NPS അതായത് നാഷണൽ പെൻഷൻ സ്കീമിലേക്ക് വന്നാൽ
ഈ പദ്ധതിയിൽ ഗവൺമെന്റുകൾക്ക് OPS-നെ പോലെ, അതായത് ഓൾഡ് പെൻഷൻ സ്കീമിനെ പോലെ പൂർണ്ണമായും മുഴുവൻ തുകയും പെൻഷനായി നൽകേണ്ടതില്ല. കാരണം NPS-ന്റെ കോൺട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത് സർക്കാർ ജീവനക്കാരുടെ ബേസിക് സാലറി, അതായത് അടിസ്ഥാന ശമ്പളത്തിന്റെ 14% ഗവൺമെന്റും ഉദ്യോഗസ്ഥർ അവരുടെ 10% പെൻഷന് വേണ്ടി ജോലിയിൽ ഇരിക്കുമ്പോൾ നൽകേണ്ടത്. അതുപോലെ തന്നെ NPS ഒരു ഇൻവെസ്റ്റ്മെന്റ് സിസ്റ്റം പോലെയാണ് പ്രവർത്തിക്കുന്നത്. അതായത് NPS-ൽ നിക്ഷേപിക്കുന്ന ഫണ്ടുകൾ മാക്സ് ലൈഫ്, ICICI, ടാറ്റ, SBI, LIC, HDFC പോലെയുള്ളവരാണ് ഇത് മാനേജ് ചെയ്യുന്നത്. ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് പോലെ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ പെൻഷൻ എമൗണ്ടായി റിട്ടയർമെന്റിന് ശേഷം ഒരു വലിയ തുക തന്നെ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി പുതിയ UPS, അതായത് യൂണിഫൈഡ് പെൻഷൻ സ്കീമിലേക്ക് വന്നാൽ NPS-നെ പോലെ തന്നെ 10% സർക്കാർ ജീവനക്കാർ കോൺട്രിബ്യൂഷനായി നൽകേണ്ടത്. എന്നാൽ NPS-ൽ 14% മാത്രമുള്ള സർക്കാരിന്റെ കോൺട്രിബ്യൂഷൻ 18% UPS-ൽ ഉയർത്തിയതായും കാണാൻ കഴിയും. അതുമാത്രമല്ല, പഴയ OPS-ലേതുപോലെ തന്നെ അടിസ്ഥാന ശമ്പളത്തിന്റെ 50% പൂർണ്ണമായും സർക്കാരുകൾ കൊടുക്കുമെന്നിവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് ജോലിയിൽ 25 വർഷം പൂർത്തിയാകണമെന്നൊരു നിബന്ധന കൂടി UPS-ന്റെ ഭാഗമാക്കി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ 10 വർഷത്തിനും 25 വർഷത്തിനും ഇടയിൽ ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്തവർക്ക് അതിന്റെ ആനുപാതികമായുള്ള പെൻഷൻ ലഭിക്കുന്നു എന്നതാണ്. കൂടാതെ NPS-ലൊന്നും കൃത്യമായി ഉറപ്പ് കൊടുക്കാത്ത 10 വർഷം പൂർത്തിയായവർക്ക് 10,000 രൂപയെങ്കിലും നൽകണമെന്ന ഒരു ലിമിറ്റ് കൂടി ഈ UPS-ന്റെ ഭാഗമാക്കി ഉൾപ്പെടുത്തിയിരിക്കുന്നതായി കാണാം. പ്രധാനമായും OPS-ന്റെയും NPS-ന്റെയും നിബന്ധനകളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ളതാണ് UPS എന്ന പെൻഷൻ പദ്ധതി. അതുകൊണ്ട് തന്നെ OPS-നെ പോലെ പെൻഷൻ എമൗണ്ടിന് സർക്കാരുകൾക്ക് UPS-ലും ഒരു ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയുന്നു എന്നതാണ് UPS-ന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എന്നാൽ NPS-ൽ അങ്ങനെ ഒരു ഉറപ്പ് സർക്കാരിന് നൽകാനേ കഴിയുന്നില്ല എന്നതാണ് NPS-ന് നേരെയുള്ള പ്രതിഷേധങ്ങളുടെ ഒരു മുഖ്യ കാരണമെന്ന് കൂടി പറയുന്നത്. ഇനി അടുത്തതാണ് വിഡ്രോവൽ, അതായത് പെൻഷൻ പിൻവലിക്കാനുള്ള നിബന്ധനകൾ എന്നത്. ഇത് OPS-ൽ, അതായത് ഓൾഡ് പെൻഷൻ സ്കീമിലാണെങ്കിൽ പൂർണ്ണമായും മുഴുവൻ തുകയും സർക്കാരുകൾ പെൻഷനായി കൊടുക്കുന്നത് കൊണ്ട് തന്നെ റിട്ടയർമെന്റിന് ശേഷം മാത്രമേ പെൻഷൻ തുക പിൻവലിക്കാനായി സാധിക്കുകയുള്ളൂ. എന്നാൽ NPS-ൽ പാർഷ്യൽ വിഡ്രോവൽ എന്നൊരു പുതിയ നിബന്ധന കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് 3 വർഷത്തിന് ശേഷം ജീവനക്കാർക്ക് ചില പ്രത്യേക പർപ്പസിന് വേണ്ടി അവരുടെ കോൺട്രിബ്യൂഷൻ 25% പിൻവലിക്കാനാകുമെന്നതാണ്. അതും അവരുടെ സർവീസ് കാലാവധിക്കുള്ളിൽ 3 തവണ മാത്രമാണ് ഇതുപോലെ പെൻഷൻ പിൻവലിക്കാൻ സാധ്യമാകുക. ഇനി പുതിയ UPS, അതായത് യൂണിഫൈഡ് പെൻഷൻ സ്കീമിലാണെങ്കിൽ ഇത് ജീവനക്കാർക്ക് പെൻഷൻ തുകയുടെ 60% തുകയും റിട്ടയർമെന്റിന് മുൻപ് തന്നെ പിൻവലിക്കാൻ സാധ്യമാകുമെന്നതാണ്. ഇനി അടുത്തതാണ് ഫാമിലി പെൻഷനിൽ വന്ന മാറ്റം എന്ന് പറയുന്നത്. അതിനു മുൻപ് എന്താണ് ഫാമിലി പെൻഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഫാമിലി പെൻഷൻ എന്ന് പറയുന്നത് പെൻഷൻ ജീവനക്കാരൻ ജോലിയിലിരിക്കുമ്പോൾ മരണപ്പെട്ടാൽ അവരുടെ കുടുംബത്തിന് കൊടുക്കുന്ന പെൻഷനാണ് ഫാമിലി പെൻഷൻ എന്ന് പറയുന്നത്. ഇതിൽ OPS-ലെ ഫാമിലി പെൻഷൻ എന്ന് പറയുന്നത് 7 വർഷം കാലാവധി പൂർത്തിയാക്കിയ ഒരു ജീവനക്കാരന് അടിസ്ഥാന ശമ്പളത്തിന്റെ 50% കൊടുക്കുന്നത്. ഇത് മിനിമം 9,000 രൂപയെങ്കിലുമായി ലിമിറ്റ് ചെയ്തിരിക്കുന്നു എന്നതാണ്. എന്നാൽ NPS-ലാണെങ്കിൽ NPS ഒരു ഇൻവെസ്റ്റ്മെന്റ് പദ്ധതി പോലെ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ എത്രയാണോ കിട്ടിയിരിക്കുന്നത് അത് ജീവനക്കാരന്റെ മരണത്തിന് ശേഷം മുഴുവൻ പൈസയും ഫാമിലി പെൻഷനായി അവർക്ക് നൽകാനാകും. എന്നാൽ ഇത് UPS, അതായത് യൂണിഫൈഡ് പെൻഷൻ സ്കീമിലാണെങ്കിൽ 60% രൂപയും ഫാമിലി പെൻഷനായി ലഭിക്കുന്നു എന്നതാണ്. ഈ 3 പെൻഷന് വേണ്ട എലിജിബിലിറ്റി കൂടി ഒന്ന് പറഞ്ഞു പോകാം. 2004 ജനുവരി 1 മുൻപ് ജോലിയിൽ പ്രവേശിച്ച സംസ്ഥാന ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കും കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കും വേണ്ടി മാത്രമുള്ളതാണ് OPS അല്ലെങ്കിൽ ഓൾഡ് പെൻഷൻ സ്കീം എന്ന പദ്ധതി. എന്നാൽ ഇന്ത്യയിലെ ഏത് പൗരനും NPS, അതായത് നാഷണൽ പെൻഷൻ സ്കീം എന്ന പദ്ധതിയുടെ ഭാഗമാകാൻ കഴിയും. എന്നാൽ പുതുതായി നിലവിൽ വരുന്ന UPS ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അതുപോലെ തന്നെ 10 വർഷം ജോലിയിൽ കാലാവധി പൂർത്തിയായവർക്ക് മാത്രമേ UPS, അതായത് യൂണിഫൈഡ് പെൻഷൻ സ്കീം എന്ന പുതിയ പദ്ധതിക്ക് അർഹതയുള്ളൂ എന്നതാണ്. കഴിഞ്ഞ വർഷം RBIയുടെ അനാലിസിസ് സൂചിപ്പിക്കുന്നത് OPS-ലൂടെ സംസ്ഥാനങ്ങൾ NPS-നേക്കാൾ 4 ഇരട്ടിയോളം പൈസയും ചിലവഴിക്കുന്നു എന്നതാണ്. ഓഗസ്റ്റ് 24 ക്യാബിനറ്റ് പാസാക്കിയ UPS, അതായത് യൂണിഫൈഡ് പെൻഷൻ സ്കീം എന്ന പദ്ധതി അടുത്ത വർഷം 2025 ഏപ്രിൽ 1 മുതൽ നടപ്പിലാക്കുകയാണ്. എന്നാൽ OPS-ന് ശേഷം വന്ന NPS-ഉം അതിനുശേഷം വരാനിരിക്കുന്ന UPS എന്ന പദ്ധതിക്കുമെതിരെ 2023 ഒക്ടോബർ 1 ന്യൂഡൽഹിയിലെ രാമലീല മൈതാനിയിൽ പ്രതിഷേധിക്കാനായി തടിച്ചുകൂടിയത് 10,000-ഓളം ആളുകളാണ്. അവരുടെ ആകെയുള്ള ആവശ്യം എന്നത് OPS പെൻഷൻ, അതായത് ഓൾഡ് പെൻഷൻ സ്കീം എന്ന പദ്ധതി തിരികെ കൊണ്ടുവരണമെന്നതാണ്. അപ്പോൾ ഇന്ത്യയിലെ നിലവിലുള്ള പെൻഷൻ സ്കീമുകൾ ഏതാണെന്നും അവ തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളതെന്നും നടപ്പിലാക്കാനിരിക്കുന്ന UPS, അതായത് യൂണിഫൈഡ് പെൻഷൻ സ്കീം എന്ന പദ്ധതി എന്താണെന്നും ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത് ഏത് പദ്ധതിയാണ് നടപ്പിലാക്കേണ്ടതെന്ന്
നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളതെന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ടോപ്പിക്കുമായി വരുന്നത് വരെ ബൈ.